അപ്പൊ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ രാവിലെ നമ്മള് സന്ദീപിനെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടേപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളിവിടെ നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയണം എന്നൊരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പിൻഡോസ് റിലേറ്റഡ് ആയിട്ട് ഈ പറയുന്ന രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം അവര് റിലേറ്റഡ് ആയിട്ട് കണ്ടന്റുകൾ ചെയ്ത ഓരോ യൂട്യൂബർമാരുടെ വീഡിയോസ് ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഓരോരുത്തരും എത്ര കണ്ടന്റുകളാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളത്. ഓരോ ദിവസം എത്ര വീഡിയോസ് വെച്ചാണ് ഈ രേണുസുതി റിലേറ്റഡ് ആയിട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത്. രേണുസുതിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്തെങ്കിൽ ഈ സന്ദീപിനെ പിടിക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ആദ്യം പിടിക്കേണ്ട വേറെ കുറച്ച് വ്യക്തികളുണ്ട്. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ റിയാക്ഷൻ വീഡിയോസ് കാണുന്ന ഓരോരുത്തർക്കും അറിയാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ഏറ്റവും കൂടുതൽ ക്രൂശിക്കുന്നതും അവരെ ഏറ്റവും കൂടുതലും വിറ്റ് കാശാക്കുന്നതും ആരാണ്? നമ്മുടെ ഈ ഷെഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബർ പോലെയുള്ള അതുപോലത്തെ കുറച്ച് ആൾക്കാരാണ്. അപ്പം അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാൻ സാധിച്ച ഒരു കേസ് ഇട്ട്. പക്ഷെ അറസ്റ്റ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം ഈ സന്ദീപിനെ പിടിച്ചേക്കുന്ന ഒരു കേസ് ഇട്ടെന്ന് പറഞ്ഞാല് നമ്മുടെ ഫാദറുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കേസിന്റെ പുറത്താണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തേക്കുന്നത്. കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു വൈദികനാണ്. ഒരു മതവിഭാഗത്തിന്റെ ഒരു മതത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പിന്നെ പുരോഹിതനാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അദ്ദേഹം. ഒരു ബിഷപ്പാണ്. അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനത്തിന് അപമാനം വരുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് ചെയ്തതെന്നാണ് പുള്ളി പറയുന്നത്. ഈ സന്ദീപ് ചെയ്തേക്കുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ സന്ദീപ് അവന്റെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവനൊരു സീരീസ് പോലെ കാര്യങ്ങൾ ചെയ്തേപ്പുണ്ടായിരുന്നു. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ഈ അച്ഛനെ കുറിച്ച് കുറച്ച് വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇപ്പൊ ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ള ഭയം കൊണ്ടാണോ, അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഈ പറയുന്ന സ്ഥാനമാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ അപമാനിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒരു കേസിലേക്ക് അവർ പോയത്, അല്ല സഡൻ ഒരു അറസ്റ്റിലേക്ക് പോയത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായിരുന്നാലും ഞാൻ കരുതുന്നത് ഉടനെ ജാമ്യം കിട്ടി ഇറങ്ങും എന്നുള്ളതാണ്. ഇനിയിപ്പം ജാമ്യമില്ല വാറന്റ് ആണോ എന്നുള്ളതും അറിയാൻ വയ്യ. അപ്പൊ അച്ഛൻ പറഞ്ഞേക്കുന്നത് ഇതിന് പുറകെ സന്ദീപിനെ മാത്രമല്ല അച്ഛനെ ക്രൂശിച്ച അല്ലെങ്കിൽ അച്ഛനെ അപകീർത്തിപരമായ വീഡിയോ ചെയ്ത എല്ലാ യൂട്യൂബർമാരെയും പിടിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. രേണുസുതി ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ രേണുസുതിക്ക് അറിയാലോ നല്ല സപ്പോർട്ടാണ് ഈ ഒരു വീഡിയോക്ക് കമന്റ് മൊത്തം വന്നേക്കുന്നത്. അവരെ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അവരെ കണ്ടന്റ് ആക്കുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല ഈ ഒരു കേസിൽ. പിന്നെ സന്ദീപിനെ മാത്രം അറസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കണ്ടന്റ് ഞാൻ പേഴ്സണലി പറയട്ടെ, ഈ ഒരു കണ്ടന്റ് ഈ രേണുസുതി റിലേറ്റഡ് കണ്ടന്റുകൾ ചെയ്യുന്നതിൽ എനിക്ക് അത്ര ഒരു താല്പര്യമില്ല. അച്ഛനോട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത് കൊണ്ട് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് കാര്യം. അദ്ദേഹം ഒരു ചാനലിനൊക്കെ ഇന്റർവ്യൂ കൊടുത്ത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുവാണല്ലോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്നത്. ആ ചെയ്ത കൂട്ടത്തിൽ ഏറ്റവും മാന്യമായ രീതിയിൽ ചെയ്ത ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് പറയാം, വ്യക്തികളിൽ ഒരാളാണ് ഈ സന്ദീപ് എന്ന് പറയുന്ന പുള്ളി. അപ്പം അവരെ തന്നെ അറസ്റ്റ് ചെയ്തതിന്റെ കാരണം എന്താണ്, ചെയ്ത വികാരം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിലും വൾഗറായിട്ടും ഇതിലും മോശപരമായിട്ടും അപകീർത്തിപരമായിട്ട് ഉള്ള ഒരുപാട് വീഡിയോസ് വേറെ ഞാൻ കണ്ട്. അവർക്കെതിരെ ഒന്നും ഇത് വന്നില്ല. ഇനിയിപ്പോ അവരെ വരും ദിവസങ്ങളെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതും അറിയാൻ വയ്യ. കേസ് എന്തായാലും ഒരുപാട് യൂട്യൂബർമാർക്കെതിരെ അച്ഛൻ വാരി വിതറി കൊടുത്തേപ്പോണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായിരുന്നാലും നമുക്ക് വരും ദിവസങ്ങളിൽ ആരൊക്കെ അറസ്റ്റ് ചെയ്യും, ആരൊക്കെ അകത്ത് പോകും എന്നുള്ളത് ഇനിയിപ്പം ബ്ലോഗർമാർക്കും അല്ലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേക ഒരു സ്റ്റേഷനും പ്രത്യേക ഒരു കോടതിയും വേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.